ചിത്രീകരണത്തോട് സമാന്തരമായി തന്നെ ചിത്ര സംയോജനത്തിന്റെ ആദ്യഘട്ടവും ആരംഭിക്കുന്നു. ചിത്രീകരണം പൂർത്തിയാകുമ്പോൾ തന്നെ ചിത്രത്തിന്റെ ഒരു കരട് രൂപം അഥവാ റഫ് കട്ട് രൂപം കൊണ്ടിരിക്കും. തീർത്തും സാങ്കേതികമായ ഈ സമാന്തര കർമ്മത്തിൽ മിക്കപ്പോഴും മുഖ്യ സംവിധാന സഹായിയും ചിത്ര സംയോജകനുമാവും പങ്കാളികളാവുക. ഒരു ഫസ്റ്റ് ലെവൽ കമ്മ്യൂണിക്കേഷൻ എഡിറ്ററിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഫ്രം ദ ബേസ് ലൈൻ പറയുകയാണെങ്കിൽ ടെലിസ്നി ലോഗ്സ് ആണ് വരുന്നത് ഇപ്പോഴത്തെ ഇതിൽ വരികയാണെങ്കിൽ. കാരണം ടെലിസ്നി ലോഗ്സ് എന്ന് പറയുന്നത് റഷ് പ്രിൻ്റ് എന്ന് പണ്ട് പറയും, ഇന്ന് ബീറ്റ ടേപ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ DV ടേപ്സിൽ വരുന്ന റഷസ്. അപ്പോൾ ആ റഷസ് വരിക എന്നുള്ള റഷസിനും അതിൻ്റെ കൂടെയുള്ള ടെലിസ്നി ലോഗ്സ് ഉണ്ടാകും. അപ്പോൾ ലോഗ് ചെയ്ത് ഈ ടെലിസ്നി ചെയ്ത റഷസ് ക്യാപ്ചർ ചെയ്യും. അസിസ്റ്റൻ്റ് എഡിറ്റർ വിൽ ക്യാപ്ചർ റഷസ്. എന്നിട്ട് അതിൻ്റെ NG റിമൂവൽ. അപ്പോൾ അത് പണ്ട് തൊട്ടേയുള്ള പ്രോസസ്സാണ്. NG റിമൂവൽ എന്ന് പറഞ്ഞാൽ നോട്ട് ഗുഡ് ഷോട്ട്സ് എന്നാണ്. അപ്പം ആ NG റിമൂവൽ ഷോട്ട്സ് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് വിൽ ഹാവ് എ ലിസ്റ്റ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഓക്കെ ഷോട്ട്സിൻ്റെ ഇത് ഇപ്പോൾ സീൻ നമ്പർ 1 ഇത്ര, സീൻ നമ്പർ 1 അതിനകത്ത് ഷോട്ട് നമ്പർ 1 അതിൽ 3 ടേക്ക് ചിലപ്പോൾ കാണും. ഇത്തരം കാര്യങ്ങളുള്ള ലിസ്റ്റാണ് ആദ്യം ശരിക്കും ഈ അസിസ്റ്റൻ്റ് എഡിറ്ററുമായിട്ടിരുന്ന് ഇത് NG ഷോട്ട്സ് എല്ലാം റിമൂവ് ചെയ്ത് അതൊന്ന് ഓർഡർ ചെയ്യുന്നത്, സീൻ വൈസ് അങ്ങ് ഓർഡർ ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ക്ലാപ്പ് വെച്ചിട്ട് ഓഡിയോ സിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ സിങ്ക്രണൈസേഷനും എല്ലാത്തിനും ചിലപ്പോൾ ഓഡിയോ കാണുന്നില്ല, റിയാക്ഷൻ ഷോട്ട്സ് ഒന്നും ഓഡിയോ കാണത്തില്ല. അങ്ങനത്തെ ഷോട്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഒരു റഫ് അസംബിൾ എന്ന് പറയും. എന്നിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ഒരു റൺ ത്രൂ കാണും, ഫുൾ ഷോട്ട്സ് കാണും. അപ്പോൾ എന്നിട്ട് എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ദെൻ ദ എഡിറ്റർ കംസ്. ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് കാണും, അപ്പോൾ അല്ലെങ്കിൽ ഡബ്ബിങ്ങിന് വിടും. ഡബ്ബിങ് സൗണ്ടൊക്കെ കഴിഞ്ഞ് സൗണ്ടൊക്കെ വന്നതിന് ശേഷം ദെൻ ദ ഡയറക്ടർ കംസ് ആൻഡ് സിറ്റ്സ്. സിനിമാ കാര്യങ്ങളിൽ പ്രശസ്ത യുവ സംവിധായകൻ ജോണി ആൻ്റണിയുമായുള്ള സംഭാഷണം തുടരുന്നു. എനിക്കൊന്ന് ബെന്നിയും ലാലും കൂടെ ചെയ്ത് ഇപ്പം രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ പടം മറ്റേ ചാന്തുപൊട്ട് എനിക്ക് തോന്നുന്നൊരു മുത്തശ്ശിക്കഥ പോലെ അല്ലേ, ഒരു എന്നും. കാരണം ബെന്നിയുടെ ഞാൻ പണ്ട് കുഞ്ഞിക്കൂരിൽ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് പുള്ളിയോട് തോന്നിയിട്ടുള്ള ഏറ്റവും ഇഷ്ടം കഥ ലളിതമായിരിക്കും, പശ്ചാത്തലം ലളിതമായിരിക്കും, ഒരു വൈഡായിട്ടുള്ളൊരു സിനിമയായിരിക്കില്ല. പക്ഷേ ആ സിനിമ ആളുകളിലെത്തി വൈഡാകുകയാണ് ചെയ്യുന്നത് അല്ലേ. ബെന്നിയുടെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ബെന്നി ഒരു നല്ല കഥ പറച്ചിലുകാരനാണ്. ഒരു ആദിമധ്യാന്തമുള്ള പൂർണ്ണമായ ഒരു കഥ വേണം. ബെന്നി പിന്നെ അസാധ്യ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളാണ്. അത് ജീവിതഗന്ധിയായിട്ടുള്ള തമാശകളായിരിക്കും, ഒരു സ്ലാപ്സ്റ്റിക് നേച്ചർ ഉള്ള അല്ല. പിന്നെ സംഭാഷണത്തിലുള്ള രസികത്വം, അതൊക്കെ ഡയലോഗ്സിലൊക്കെ രസികത്വം ഉണ്ടാവും. നല്ല മിതത്വമുള്ള ഒരു സ്ക്രിപ്റ്റിങ്. ഒരു കുട്ടിയുണ്ട് ബെന്നിയുടെ ഉള്ളിൽ, ആ ഒരു കുട്ടിയുടെ കൗതുകം ആ സ്ക്രിപ്റ്റിൽ. ഇപ്പോൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലൊക്കെ അത് കാണാം. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഗൾഫ് പശ്ചാത്തലമാക്കിയുള്ള ഗൾഫുകാരുടെ വിഷമം പറയുന്ന ആ സിനിമ ഏറെക്കുറെ അതിനോടൊപ്പം അല്ലെ അതിനേക്കാൾ അധികം ആളുകളെ ഫീൽ ചെയ്യിച്ച അല്ലെ അവരുടെ ഒരു വിഷമം മനസ്സിലാക്കി തന്നൊരു സിനിമയായിരുന്നു അറബിക്കഥ. അതിനൊരു റൈറ്റർ ഉണ്ടായിരുന്നു, ഇക്ബാൽ കുറ്റിപ്പറ. ഇക്ബാലുമായിട്ടൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ സമയത്ത് ഇക്ബാൽ ദുബായിൽ ഹോമിയോ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ അപ്പോഴേക്കും ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞു ഇക്ബാൽ അവിടെ ചെന്നിട്ട്. അപ്പോൾ ഇക്ബാലിന് വളരെ പരിചിതമായ ഒരു മേഖലയിൽ നിന്നിട്ടായിരുന്നു ആ കഥ ഉണ്ടായത്. അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത്രയും ആ ഗൾഫിനെ കുറിച്ച് അറിയുന്ന ഒരു എഴുത്തുകാരനുണ്ടായി എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ രീതി ഈ പറഞ്ഞ പിന്നെ സീനായിട്ട് എഴുതി പോവാണ്, അതോ കഥയായി 1 ലൈനായി അതിനുശേഷം ഡയലോഗ്സ്? എനിക്ക് തോന്നുന്നു ഈ ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന ഒരു റോൾ മോഡലിനെ പുള്ളിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. എന്നോട് ആദ്യം പറയുന്നതും ക്യൂബ മുകുന്ദനെ കുറിച്ചാണ്. ക്യൂബ മുകുന്ദൻ ഇങ്ങനെ ഒരാളാണ്, ഇങ്ങനെ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ആദർശവാനാണ്. അതിൽ നിന്നാണ് പിന്നീട് കഥയുണ്ടാകുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അതിനകത്ത് ബാത്റൂമിൽ കയറി ഇംഗ്ലീഷ് വിളിക്കുന്നത്, അത് ശരിക്കും നമ്മൾ ആദ്യമേ കഥാ ഡിസ്കഷനിൽ തന്നെ അങ്ങനത്തെ ഉള്ളതാണ്. ഏതായാലും സിനിമയുടെ കുറേ വശങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി.